അദ്ദേഹം എന്നോട് പല കാര്യങ്ങളും ഉപദേശിക്കാറുണ്ട്, പറയാറുണ്ട്. ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞു, ഈ ലളിതഗാനം പാടുമ്പോൾ മാത്രം ഈ ആദ്യതാളം പിടിച്ചിട്ട് പാടാൻ പറ്റില്ല എന്ന്. കാരണം അത് അങ്ങനെ ഉള്ളിൽ താളം ഉണ്ടാവണം, എന്നാലേ ലളിതഗാനം പാടാൻ പറ്റുള്ളൂ എന്ന്. താളം പിടിച്ച് പാടാൻ പറ്റില്ല എന്ന്. അത് ശരിയാണത്. അദ്ദേഹം അങ്ങനെ മനസ്സിൽ താളം നിറഞ്ഞ് കിടക്കുന്ന ഒരാളാണ്. മൃദംഗ വിദ്വാനും കൂടിയാണ് അദ്ദേഹം. പിന്നെ വേറൊരു കാര്യം, അദ്ദേഹം ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ആളായതുകൊണ്ട് ആനയോടൊക്കെ ഉള്ള പ്രത്യേകിച്ചൊരു വാത്സല്യവും സ്നേഹമുള്ള ആളായിരുന്നത്. ഇപ്പോൾ തിരിച്ച് വേറൊരു സംഭവം ഞാൻ പറയാം. മദ്രാസിൽ ഞാൻ വേറൊരു കമ്പോസിങ്ങിൻ്റെ സമയത്ത് രാജാ സാർ എന്നോട് പറഞ്ഞതാണ്, ഈ രാസാത്തിയോന എന്നുള്ള പാട്ട് തേനിയിലെ തിയേറ്ററിൽ പടം കാണിക്കുമ്പോൾ അത് രാത്രി സെക്കൻഡ് ഷോയിൻ്റെ സമയത്ത് ഈ പാട്ടിൻ്റെ സമയമാകുമ്പോൾ ആനകൾ വരാറുണ്ട്. ആനകൾ അതിൻ്റെ അടുത്തേക്ക് കൂടെ വന്നിട്ട് കൈയൊക്കെ പൊന്തിച്ച് പാട്ട് കേട്ടിട്ട് പോകും. അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. കാരണം ഞാൻ അന്ന് കേട്ടപ്പോൾ അത്ഭുതം തോന്നിയെങ്കിലും മ്യൂസിക് തെറാപ്പിയുടെ അടിസ്ഥാന കാര്യങ്ങൾ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അത് സത്യമാണ്. കാരണം സകല ചരാചരങ്ങൾക്കും സംഗീതം ആസ്വദിക്കാനുള്ള ഒരു കഴിവുണ്ടല്ലോ. ജയേട്ടൻ്റെ ശബ്ദം ചിലപ്പോൾ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ആസ്വാദകൻ്റെ ശബ്ദമായതുകൊണ്ട് ചിലപ്പോൾ ആനകൾക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അതേ പാട്ട് വേറൊരു സിറ്റുവേഷനിലൊരു പാട്ടുണ്ടാക്കുമ്പോൾ ഇതൊരു ഭയങ്കര ആഹ്ലാദമായിട്ടുള്ളൊരു പാട്ടാണ്. പക്ഷേ പിന്നെ ജയേട്ടൻ്റെ ഒരു ശിഷ്യനെ പോലെയുള്ള ജോൺസൺ കണ്ണീർ പൂവ് എന്നുള്ള പാട്ട് ഉണ്ടാക്കുമ്പോൾ, ട്യൂൺ ഉണ്ടാക്കുമ്പോൾ ഇട്ട താളം ഈ രാസാത്തി എന്നുള്ള താളമായിരുന്നു. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്ന് പറയുന്ന താളമുണ്ടല്ലോ, രാസാത്തി ഒന്ന് തക തകിട എന്നുള്ളതാണ്. ഞാൻ ജോൺസണോട് പറയുകയും ചെയ്തു. ജോൺസൺ ആ ട്യൂണൊന്നും ഉപയോഗിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ആ മൂഡിൽ ആ റിതം ഉപയോഗിച്ചു. കാരണം ഒരു പടത്തിലെപ്പോഴും ഒരു പാത്തോസ് ആണെങ്കിൽ പോലും അതിനൊരു പഞ്ചില്ലെങ്കിൽ പാട്ട് നിൽക്കില്ല. അതുകൊണ്ടാണ് ആ താളം എടുത്തതെന്ന് എന്നോട് പറഞ്ഞത് ജോൺസൺ. എപ്പോഴും അങ്ങനെയാണ്. ഹൃദയത്തിൽ താളമുള്ളവർക്ക് അവരുടെ പാട്ടിലൊക്കെ ഒന്നും താളം പിടിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ഏത് പാട്ട് അനായാസമായിട്ടാണ് പാടുന്നത്. നമ്മൾ വിചാരിക്കും ഇത്ര ഈസിയായിട്ട് പാടാൻ പറ്റുമോ ആ പാട്ടൊന്നും. അത് അനായാസമായിട്ടാണ് പാടുക. ക്ലാസിക്കലായിട്ടുള്ള പാട്ടുകൾ അദ്ദേഹം പാടിയിട്ടുണ്ട്. മറ്റേ രാഗം ശ്രീരാഗമൊക്കെ അതൊക്കെ അനായാസമായിട്ടാണ് പാടിയത്. അതിൽ സ്വരങ്ങളും രാഗമാലിക പോലെ പാടിയ പാട്ടൊക്കെ ക്ലാസിക്കൽ പാടാത്ത ജയേട്ടൻ എങ്ങനെ പാടിയെന്ന് അത്ഭുതം തോന്നി. എനിക്കിപ്പോഴും അത്ഭുതമുള്ള പാട്ട് ഇതാണ്. ക്ലാസിക്കൽ പഠിച്ചിട്ടൊന്നുമില്ല അദ്ദേഹം, പക്ഷേ ഹർഷഭാഷ്പം പാടുമ്പോൾ ആ നീലാംബരിയുടെ മുഴുവൻ രാഗഭാവം ഉൾക്കൊണ്ടിട്ടാണ് പാടുന്നത്. അമ്മ മനസ്സ് തങ്ക മനസ്സ് എന്ന് പറയുമ്പോൾ അമ്മയോടുള്ള ആർദ്രത മുഴുവൻ ആ പാട്ടിൽ അദ്ദേഹം ആവിഷ്കരിച്ചു. അമ്മ മനസ്സ് തങ്ക മനസ്സ്, അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ ഞാൻ എഴുതിയപ്പോൾ ആ പാട്ട് വരികളുടെ ആ ആസ്വാദ്യത മുഴുവൻ വന്നത് ഈ പാട്ട് അദ്ദേഹം പാടിയപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ എത്രയോ എൻ്റെ പാട്ടുകൾ എത്രയോ പറയാനുണ്ട്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇപ്പോൾ ഉപാസന, എന്തൊരു സൗന്ദര്യമാണ് ആ പാട്ടിന്. ഉപാസന ഉപാസന ഇത് ധന്യമാമൊരു ഉപാസന എന്ന് LPR വർമ്മ പാടി കൊടുത്തപ്പോൾ വയലാറിൻ്റെ ആ പാട്ട് എത്ര സുന്ദരമായിട്ടാണ് പാടിയത്. എത്ര പാട്ടുകളാണ്. ജയേട്ടൻ്റെ ആ ഓർമ്മയും ജയേട്ടനെ ഇങ്ങനെ അവിടത്തേക്ക് തൃശ്ശൂർ പലതിക്കലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്നതും ഒക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അദ്ദേഹം നടന്നു പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹത്തെ ആംബുലൻസിൽ കൊണ്ടുപോകുന്നതെന്ന് പറയുമ്പം സഹിക്കാൻ പറ്റാത്ത സങ്കടമുണ്ട് എനിക്ക്. എൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. ജയേട്ടൻ വാത്സല്യനിധിയാണ്, സംഗീതത്തിൻ്റെ കടലാണ്, സ്നേഹനിധിയാണ്. ഈ മലയാളത്തിൻ്റെ സംഗീത സന്താനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീർച്ചയായിട്ടും